സ്വർണത്തിന്റെ വില 1.5 ലക്ഷത്തിലേക്കൊക്കെ കയറുമെന്നാണ് പൊതുവെ ധരിച്ചു വെച്ചിരുന്നത്. കാരണം ഏത് തരത്തിലുള്ള അസന്നിഗ്ധാവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോഴും വളരെ സന്നിഗ്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, അതായത് വാല്യൂ നഷ്ടപ്പെടാതെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു നിക്ഷേപ മാർഗമാണ് സ്വർണം. അപ്പൊ അത് കാരണം കൊണ്ട് യുദ്ധം പോലെയുള്ള സാധ്യതകൾ ഉണ്ടായാൽ സ്വർണത്തിന്റെ വില മുകളിലേക്ക് കുതിക്കും എന്ന് തന്നെയാണ് ഇതുവരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്, നാം ഒക്കെ വിശ്വസിക്കുന്നതും. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നേരെ മറിച്ചുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന്റെ വില ഇന്നലത്തേതിനേക്കാളും, അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും സ്വർണത്തിന്റെ വിലയിൽ ക്രമേണ കുറവ് അനുഭവപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അത് തന്നെയാണ്. ഇന്നലത്തെ വിലയേക്കാൾ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, ഇന്നിപ്പോ 1,20,640 രൂപയിലാണ് സ്വർണം തുടങ്ങുന്നത്. അതായത് 2,280 രൂപയാണ് ഇന്നലത്തേതിൽ നിന്ന് ഇന്ന് സ്വർണത്തിൽ വന്നിരിക്കുന്ന വില കുറവ്. വെള്ളിയുടെ വിലയിലും കുറവ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ സെൻസെക്സോ നിഫ്റ്റിയോ നോക്കുകയാണെങ്കിൽ എന്താ കാണുന്നത്, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത്. അതിന്റെ മൂല്യത്തില് വന്നിരിക്കുന്ന ഇടിവ് 1,122.66 പോയിന്റ് ഇടിവാണ് സെൻസെക്സിൽ വന്നിരിക്കുന്നത്. നിഫ്റ്റിയില് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഷെയറിൽ വന്നിരിക്കുന്ന ഇടിവ് -385.20 ആണ്. എന്ന് വെച്ചാല് ഷെയർ മാർക്കറ്റ് തീർച്ചയായിട്ടും സാധാരണ യുദ്ധം വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷെയർ മാർക്കറ്റ് ഇടിയും, അത് നാച്ചുറലാണ്. അപ്പൊ ഷെയർ മാർക്കറ്റിൽ ഇടിവ് വന്നാൽ ആ പണം എവിടേക്ക് പോയി? അത് സ്വർണത്തിലേക്കോ അമേരിക്കൻ ഡോളറിലേക്കോ പോകും. പക്ഷെ അമേരിക്കൻ ഡോളറിലേക്ക് ഇവിടെ പോകാൻ സാധ്യത കുറവാണ്. കാരണം അമേരിക്കൻ ഡോളർ ഇപ്പോൾ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡോളറിന്റെ മൂല്യത്തിലോ ഒക്കെയുള്ള സംശയം കാണും നിക്ഷേപകർക്ക്. അതുകൊണ്ട് ഡോളറിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷെ പിന്നെ എവിടേക്ക് പോയി? എവിടേക്കും സ്വർണത്തിലേക്കും പോയില്ല. സ്വർണത്തിന്റെ വില കുറയുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് നിക്ഷേപകരുടെ നിക്ഷേപം എവിടേക്കും പോയിട്ടില്ല, അവരത് കരുതി വെച്ചിരിക്കുകയാണ്. കരുതി വെച്ചിരിക്കുന്നത് എന്തിനാണ്? അവര് ഈ പറയപ്പെട്ട മേഖലകളെ, യുദ്ധത്തെ നിരീക്ഷിക്കുകയാണ്. യുദ്ധം കയറ്റിറക്കങ്ങൾ, യുദ്ധം മൂർജിക്കാനാണോ സാധ്യത? യുദ്ധം പെട്ടെന്ന് തന്നെ സമരസപ്പെട്ട് നിർത്തലാക്കപ്പെടും എന്ന് തന്നെയാണ് ഇവരെല്ലാം ഇവരൊക്കെ നിരീക്ഷിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ആണല്ലോ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന ആള്. അപ്പൊ ഈ ട്രംപിന്റെ നാട്ടിൽ തന്നെ യാഥാസ്ഥിതിക കക്ഷി ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഡെമോക്രാറ്റ്സ് ഒക്കെ അദ്ദേഹത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. യാഥാസ്ഥിതിക പാർട്ടിയിൽപ്പെട്ടവരും അദ്ദേഹത്തോട് കൂറല്ല പുലർത്തുന്നത്. ഒരുപാട് പേര് നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. അവരുടെയൊക്കെ വീക്ഷണത്തിലെ ഇസ്രായേലിനെ സംരക്ഷിക്കാനോ മറ്റോ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടു എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കൻ ഡോളറിലാകണം ഓയിൽ കച്ചവടം എന്ന തരത്തിലുള്ള രീതികളൊന്നും സാധാരണ ജനം തിരിച്ചറിയണമെന്നില്ല. അത് ട്രംപ് പറയുന്നത് വരെ. ഇത് പഴയ കാല ചരിത്രം വെച്ചാണ് ഇതുപോലെ ഈ ചരിത്രം അറിയാവുന്നവർ, സാമ്പത്തിക ചരിത്രം അറിയാവുന്നവരാണ് ഇത്തരം നിരീക്ഷണങ്ങൾ. 1973 ഓയിൽ ക്രൈസിസ്, അതിനുശേഷം ഉണ്ടായ ട്രീറ്റുകള്, ഒപ്പേക്കിന്റെ വരവ്, ഒപ്പേക്കിന്റെ തീരുമാനങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോഴാണ് നിരീക്ഷകർ പറയുന്നത് ട്രംപിന് പല ഉദ്ദേശങ്ങളും, അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയുള്ള ഉദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇയാളെ, അതായത് ഇറാനെ മാറ്റുക, പിന്നെ ആ തരത്തില് ഉള്ള ലക്ഷ്യങ്ങളൊക്കെ അമേരിക്കയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ നിരീക്ഷകരാണ്. അപ്പൊ അമേരിക്കൻ ജനത ഇത്ര ചരിത്രപരമായൊന്നും ഇതിനെ നിരീക്ഷിക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ ട്രംപിനെ കുറ്റപ്പെടുത്തുകയുള്ളൂ. കാരണം അമേരിക്കൻ ട്രഷറി, അമേരിക്ക വലിയ കടം എന്ന ഒരു പ്രതിരോധം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ട്. അമേരിക്കയ്ക്ക് കടം ഇപ്പൊ ഇന്ത്യക്കുള്ള കടം പോലെയല്ല. അമേരിക്കയുടെ കടം കൊടുക്കാൻ ആളുണ്ട്. ആ കടം ആർക്കും ഭയവുമില്ല. എങ്കിൽ തന്നെയും അമേരിക്കയുടെ കടം 37.85 ട്രില്യൺ ആണ് അമേരിക്കയുടെ കടം.
അതേ സമയത്ത് അമേരിക്കയുടെ പിന്നെ GDP എത്രയാണ്? GDP നോമിനൽ ടേംസിലാണെങ്കിൽ 30.62 ട്രില്യൺ ആണ്. അപ്പോൾ GDP 30.62 ട്രില്യണിൽ എത്തി നിൽക്കുന്ന US-ന്റെ ഡെറ്റ്, ദേശീയ കടം 37.85 ട്രില്യൺ, അതായത് GDP-യേക്കാൾ ഉയർന്നു നിൽക്കുന്നു കടം. പക്ഷെ അമേരിക്കയ്ക്ക് അത് ഭയമല്ല, ഭയം നൽകുന്നില്ല. അതായത് US ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റ് വഴിയാണ് US ബോറോ ചെയ്യുന്നത്. അങ്ങനെ US ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിവിധ രാജ്യങ്ങൾക്ക്, ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒക്കെ വലിയ സന്തോഷമാണ്. കാരണം ആ ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര സ്ട്രോങ് ആണ്. അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര സ്ട്രോങ് ആണ്. സാധാരണ രീതിയിൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കും. നമുക്കറിയാം, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയ 1947 ഡോളറും രൂപയും തമ്മിലുണ്ടായിരുന്ന എക്സ്ചേഞ്ച് റേഷ്യോ 1 രൂപ വാസ് ഈക്വൽ ടു 1 ഡോളർ. ആ നിലയിൽ നിന്നാണ് അമേരിക്കൻ ഡോളർ, $1 ഈസ് ഈക്വൽ ടു, ഇന്നത്തെ വാല്യൂ എത്രയാണ്? അത് ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ $1 91.30 പൈസ, $1 91 രൂപ 30 പൈസ ചെക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ. അതല്ല, കറൻസി ആയിട്ട് കൈമാറുകയാണെങ്കിൽ $1 90 രൂപ 18 പൈസ നമ്മൾ കൊടുക്കണം. അത്ര രീതിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം താണു. പക്ഷേ ഡോളറിന്റെ മൂല്യം അതിനനുസരിച്ച് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഏറ്റവും സ്ഥിരതയുള്ള മൂല്യമുള്ള കറൻസിയാണ് ഡോളർ എന്നതുകൊണ്ട് തന്നെ US ട്രഷറി ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ US-ന് കടം കൊടുക്കാൻ ഏത് സെൻട്രൽ ബാങ്കും ഏത് രാജ്യവും റെഡിയാണെന്നർത്ഥം. അത് തന്നെയുമല്ല, US-ന്റെ ചരിത്രം വെച്ച് അത് കൃത്യമായ രീതിയിൽ തിരിച്ച് കൊടുക്കുന്ന, അത് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് കടം കൊണ്ട് US ഭയപ്പെടാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ അയ്യോ US-ന്റെ കടം അത്ര, ഇന്ത്യയുടെ കടം ഇത്ര എന്നൊക്കെ പറയുമ്പോൾ ഓരോ രാജ്യത്തിന്റെയും ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ് എന്നും കൂടി ആലോചിക്കണം. അപ്പം എന്തായാലും US ഇത്രയും കടം ഉള്ള ഒരു രാജ്യമായി ഇരുന്നിട്ട് ഇത്ര വലിയ ചെലവുകൾ വഹിച്ച് ഒരു യുദ്ധം നടത്താൻ എന്തിനു പോകുന്നു എന്ന് അമേരിക്കൻസ് ചോദിക്കുമ്പോൾ അമേരിക്കൻസിനെ നമുക്ക് കുറ്റം പറയാൻ ഒക്കുകയില്ല. എന്തായാലും സ്വർണത്തിലേക്ക് നിക്ഷേപം വരുന്നില്ല എന്നുള്ളത് അസന്നിഗ്ധാവസ്ഥ. അതായത് നാളെ എന്ത് സംഭവിക്കും? സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ന് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ സ്വർണത്തിന്റെ വില താഴോട്ട് പോകുമോ മുകളിലോട്ട് പോകുമോ? യുദ്ധം തീരുന്നതനുസരിച്ച്, യുദ്ധത്തിന്റെ ഗതി മാറ്റം അനുസരിച്ച് സ്വർണത്തിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകും എന്നൊക്കെയുള്ള ഭയം കൊണ്ട് ഊഹക്കച്ചവടക്കാർ പോലും ഭയന്നാണ് സ്വർണത്തിലേക്ക് നിക്ഷേപം വരാത്തത്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില താഴേക്ക് പോകുന്നത്. ഇന്ത്യയില് ഉടൻ പെട്രോൾ ഡീസൽ വില വർധന ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്നുള്ളത് ഗവൺമെന്റിന്റെ നയ തീരുമാനമാണ്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളെ ആശ്രയിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര വിപണിയിലും, അതായത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല, ഉൽപാദനമില്ല, അങ്ങനെ എല്ലാം അടഞ്ഞു കിടന്ന ഒരു ലോകം തന്നെ അടഞ്ഞു കിടന്ന ഒരു കാലഘട്ടത്തില് അപ്പോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, അതായത് ഇന്ധനത്തിന്റെ, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില $19 താണി. ഇപ്പൊ $85 എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ $19 വരെ അന്താരാഷ്ട്ര വില താണ സമയമുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയില് വലിയ മാറ്റം വരുത്താത്ത ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് പിന്നെ ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നം, അതായത് ഒരു മാസത്തേക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മൾ റഷ്യയിൽ നിന്നൊക്കെ കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തേക്കുണ്ടെന്നുള്ളത് ഉറപ്പ് പറയുന്നു. ഒരുപക്ഷെ അതിൽ കൂടുതൽ കണ്ടേക്കാം. അപ്പൊ യുദ്ധം അതിനേക്കാൾ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വർധനവുണ്ടാകും. പക്ഷെ ആ വർധനവിനെ പിടിച്ചു നിർത്താനുള്ള ചില സാങ്കേതിക സഹായങ്ങളുണ്ട്. അതായത് 4 സംസ്ഥാനങ്ങളില് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇലക്ഷൻ വരികയാണ്. മാർച്ച് ആകുമ്പോഴത്തേക്കും ഇലക്ഷൻ വരികയാണ്. അപ്പൊ മാർച്ചിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് തലേന്ന് കഴിവതും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റുകളോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കൈവയ്ക്കാൻ സാധ്യത കുറവാണ്. ആ ഒരു നേരിയ ആശ്വാസം മാത്രമാണ് നമുക്ക്. കാരണം അതത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റിനും താല്പര്യം കാണും, അവരുടെ പാർട്ടി ജയിക്കണമെന്ന്. കേന്ദ്രത്തിനും താല്പര്യമുണ്ട്, കേന്ദ്രത്തിന്റെ പാർട്ടി ഈ 4 സംസ്ഥാനങ്ങളിലും
വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരണമെന്ന്. അപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കുന്നത് കേന്ദ്രത്തിന്റെ നികുതിയുണ്ട്, അല്ല എക്സൈസ് തീരുവയുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ മറ്റ് തരത്തിലുള്ള പല നികുതികളുമുണ്ട്. അതുപോലെ സംസ്ഥാനം പിരിക്കുന്ന സെസ്, കേന്ദ്രം പിരിക്കുന്ന സെസ്, സംസ്ഥാനം പിരിക്കുന്ന സെസ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള നികുതികളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വരുന്നത്, കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും. അപ്പൊ രണ്ടു കൂട്ടരും ഈ 4 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് കഴിവതും പിടിച്ചു നിൽക്കും. നിവൃത്തിയില്ലാതെ വരുമ്പോൾ വില ഉയരുക തന്നെ ചെയ്യും.